ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ് കേട്ടോ. ഈ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ചേർക്കാം, അല്ലെങ്കിൽ ബീഫാണെങ്കിൽ ബീഫ് വെച്ച് ഉണ്ടാക്കാം, മട്ടൺ ആണെങ്കിൽ മട്ടൺ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാത്തിനും ഒരേ റെസിപ്പി ആയിട്ടുള്ള ആ ഒരു ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ മട്ടൺ ഫ്രൈയോ ബീഫ് ഫ്രൈയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ് ഞാൻ കാണിക്കുന്നത്. പെട്ടെന്ന് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് കൂന്തളാണുള്ളത്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് കാണിച്ചു തരുന്നത്. ഇതേ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ ബീഫോ ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഏറ്റവും അടിപൊളിയാണ്. പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയതാണ്, പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഫെയിലായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ സ്ഥിതി എന്താണെന്നുള്ളതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അതും നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു വരുതേ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഫ്രൈ ആയതുകൊണ്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ വെച്ചിട്ടുണ്ട്, തീ ഓണാക്കിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 4-5 പച്ചമുളകും അരിഞ്ഞ് വെക്കുക. പിന്നെ എരിവിന് ഇഷ്ടമുള്ളതൊക്കെ അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3 ഉള്ളിയും 4 പച്ചമുളകുമാണ് എടുത്തത്, അത് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മീഡിയം സൈസുള്ള 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു അധികം വലുതൊന്നുമല്ല, ചെറിയ ടൈപ്പുള്ള 2 തക്കാളിയാണ് കേട്ടോ. അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിൻ്റെ പകുതി വെളുത്തുള്ളി അരച്ചതും അതേപോലെ തന്നെ അത്ര തന്നെ 1/2 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി അരച്ചതുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി പൊടികളാണ് ചേർക്കേണ്ടത്. പൊടികൾ ഞാനിപ്പോൾ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണിത്. അപ്പോൾ 2 ടീസ്പൂണാണ് മുളക് പൊടി ഇട്ടത്. ഇതൊക്കെ എരിവ് നിങ്ങളെ ഇതിന് പാകത്തിനനുസരിച്ച് ഇടാം. പിന്നെ 1 ടീസ്പൂൺ ഞാൻ കുരുമുളക് പൊടി, ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മളെ വലിയ ജീരകത്തിൻ്റെ പൊടി, ഫെനൽ പൗഡറാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൗഡറാണ് കേട്ടോ. 1/2 ടീസ്പൂണാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് പൊടികൾ നമ്മൾ ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഉപ്പും കൂടെ അതിൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മാക്സിമം അത് കുഴച്ചെടുക്കാൻ വേണ്ടി നോക്കണം. എന്നാലാണ് ആ ഒരു കറക്റ്റ് ഇതിലായി വരുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ കൂന്തളാണ്. ഞാനിപ്പം പറഞ്ഞല്ലോ, ഞാൻ കൂന്തൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഇഷ്ടമുള്ളത് ചിക്കനോ ബീഫോ മട്ടനോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു ചെറിയ ടൈപ്പിലുള്ള കൂന്തളാണ് വാങ്ങിക്കുന്നത്. ഇതാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടുക. വലിയ കൂന്തൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കഴുകി വൃത്തിയാക്കാനും നന്നാക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ്, എന്നാലും വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ അതൊരു 1/2 കിലോ ഉണ്ട്, അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ എൻ്റെ കൈക്ക് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഗ്ലൗസ് വെച്ചിട്ടാണ് ഇതിപ്പോൾ കുഴക്കുന്നത് കേട്ടോ. എനിക്ക് എരിവുള്ള സാധനം കയ്യിൽ തട്ടിയാൽ പുകച്ചിൽ വരും, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഞെരടുക എന്ന് പറയില്ല, നമ്മൾ നന്നായിട്ട് ഞെരടി ആ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഞെരടി ഇതിൻ്റെ കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ കേട്ടോ. കണ്ടോ, ഇത് പിഴിഞ്ഞാൽ ശരിക്കും ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. ആ ഒരു പാകത്തിലാകണ വരെ നല്ലോണം ഒന്ന് എന്താ പറയുക ഞെക്കി പിഴിഞ്ഞ് നല്ലോണം ഇതാക്കി വെക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ ഒരു പാകത്തിൽ കുക്കറിൽ വെക്കുക. ഇനിയാണ് നമ്മളിവിടെ തീ കത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഇതുവരെ നമ്മൾ തീയൊന്നും കത്തിച്ചിട്ടില്ല, എണ്ണയും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് എണ്ണയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. കുക്കർ അടിയിൽ നിന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അടിഭാഗമൊക്കെ ഒന്ന് ചൂടായി കണ്ടോ. അപ്പോൾ ഇങ്ങനെ ചൂടാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് ചൂടാകണ വരെ തുറന്ന് വെക്കുക. നല്ലോണം ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കുക. ചെറിയ തീയാക്കിയിട്ട് വേവിക്കണം. അപ്പോൾ ഇതിന് അങ്ങനെ മീഡിയം തീയാണ്, വല്ലാണ്ട് കുറച്ചൊന്നും വെക്കണ്ട. ഞാനിപ്പോൾ ഇത് മൂടി വെക്കുകയാണ്. ഒരൊറ്റ വിസിലാണ് നമുക്കിത് വേവിക്കേണ്ടത് കേട്ടോ. കൂന്തളായതുകൊണ്ടാണ്, കൂന്തളിനധികം വേവില്ല. അപ്പോൾ ഒരൊറ്റ വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾ ബീഫാണ് ചെയ്യണമെങ്കിൽ 2-3 വിസിൽ വേണ്ടി വരും. ചിക്കനും ഒറ്റ വിസിൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആവിയൊക്കെ പോയിട്ട് തുറന്നതാണ്. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ കൂന്തളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള കുറച്ച് വെള്ളമുണ്ട്. നമ്മൾ തീരെ വെള്ളം ചേർക്കാണ്ടാണ് വേവിച്ചത്, എന്നാലും ഈ ഒരു വെള്ളം ഈ കുക്കറിൽ വരും. ഇപ്പോൾ ഇത് കണ്ടില്ല, പാകത്തിന് വെന്തിട്ടുണ്ട്, റെഡിയാണ്. ഇനി ഇതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മളൊരു കല്ലിൻ്റെ ചീൻചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ കല്ലിൻ്റെ ചീൻചട്ടിയാണ് വെച്ചത്. അതിലേക്ക് നാടനായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ വേണം, അത് വെച്ച് കൊടുക്കുക. അതിലേക്ക് അത് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഇപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂന്തൾ, ആ ഗ്രേവിയോട് കൂടി ആ കൂന്തൾ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിം ആക്കി വെക്കുക, ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം. ഇനി ഹൈ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നല്ല തീയാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് വറ്റി കിട്ടും. ഇതിലുള്ള വെള്ളമൊന്നും ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഉണ്ടാവില്ല. 2-3 മിനിറ്റ് നേരം ഹൈ ആക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് വറ്റി വരും. ഇപ്പോൾ അത് കണ്ടോ, നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് തിളയ്ക്കട്ടെ.
അപ്പോൾ ഈ ഒരു പാകത്തിന് ഇതൊക്കെ എത്ര വറ്റിക്കണം എന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാകത്തിലാണ് വേണ്ടിയെങ്കിൽ ഇപ്പോൾ ഓഫ് ചെയ്യുക. ഇനിയും വറ്റിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വറ്റിക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ, നിങ്ങൾ ഇതിൻ്റെ കൂടെ എന്താണോ കഴിക്കുന്നത് അതുപോലെ ഇരിക്കും. നിങ്ങൾക്ക് ഗ്രേവി ഉള്ള കറിയാണോ വേണ്ടിയത് അല്ലെങ്കിൽ നല്ല ഫ്രൈ ആയിട്ടാണോ വേണ്ടിയെന്നുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഓഫ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ റെഡിയാണ്. ഇത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എന്നാൽ വല്ലാണ്ട് ഡ്രൈ ആക്കണമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, പരിപാടിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കളറൊക്കെ ചേർത്താൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ കളറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കൂന്തൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ബീഫും ചിക്കനൊക്കെ അതേപോലെ തന്നെ ചെയ്യലുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണിത്. ഇപ്പോൾ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കൂന്തൽ ഫ്രൈ ആണ് കേട്ടോ. എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കൂന്തൽ ഫ്രൈ. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫെയിലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അത് ഞാൻ എടുത്ത് വെച്ചതാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളതിൽ. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കുറേ കണ്ടിട്ടുണ്ടാവും, പൊടി വാട്ടണ്ട, കുഴയ്ക്കണ്ട, പരത്തണ്ട, പത്തിരി റെഡി എന്ന് പറഞ്ഞിട്ട്, നൈസ് പത്തിരി. അപ്പോൾ ആ ഒരു ട്രിക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത്. പക്ഷേ അത് ഫെയിലാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരുപാട് കഴിഞ്ഞ നോമ്പിനാണ് ഈ ഒരു വീഡിയോ ട്രെൻഡായി മാറിയത് കേട്ടോ. ഇപ്പോഴൊന്നും വന്നതല്ല, കഴിഞ്ഞ ഒരു കൊല്ലം മുന്നേ വന്നതാണ്. അപ്പോൾ അരിപ്പൊടിയാണ് ഇതിന് ഉപയോഗിക്കട്ടെ, പത്തിരിപ്പൊടി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ് പറയുന്നത്. അത്രയാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എത്ര കപ്പാണോ വെള്ളം എടുക്കുന്നത് അതിൻ്റെ 1.5 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കണം കേട്ടോ. അത് ഞാൻ ഇതിൽ വീഡിയോയിൽ വിട്ടുപോയതാണ്. വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് ഒരു ദോശമാവിൻ്റെ പാകത്തിലാകണ വരെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് കാണിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തിട്ട് ഫെയിലായതുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ കലക്കി നല്ലോണം കലക്കിയതിൻ്റെ ശേഷം കട്ടല്ലാണ്ട് കലക്കിയെടുക്കുക. ഈ ഒരു പാകത്തിലാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. അപ്പം ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം, പിന്നെ കുറച്ച് ഉപ്പും ലേശം വെളിച്ചെണ്ണയാണ് ഇതിലിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അടുപ്പിലേക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാട്ടുന്ന പാകം പറയുന്നത്. അപ്പം നന്നായിട്ട് ഇത് വറ്റി ഈത്ത വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് കുഴഞ്ഞ് വരും. അപ്പോൾ ഇത് ഒരു ഒറ്റ ഉരുളായി മാറുന്ന വരെ ഇതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം തന്നെയാണ്, കഴിഞ്ഞ നോമ്പിന് തന്നെയാണ് നമ്മൾ ലിക്വിഡ് ബാറ്റർ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ട്രെൻഡായിരുന്നത് കേട്ടോ. ശരിക്കും ഇതേപോലെ തന്നെ ആട്ടപ്പൊടിയിൽ കുറച്ച് വെള്ളം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് അതിങ്ങനെ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഇങ്ങനെ പൊന്തി വരും. നല്ല അടിപൊളി ചപ്പാത്തിയാന്ന് പറഞ്ഞിട്ട് അതും കാണിച്ചിരുന്നു. ഒരുപാട് ആൾക്കാർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനത് ട്രൈ ചെയ്തപ്പോൾ വളരെ എന്താ പറയുക, ഫ്ലോപ്പാണ്. അത് ശരിക്കും നമ്മൾ ഗോതമ്പ് ദോശ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മളെ ചപ്പാത്തിൻ്റെ ഒരു പാകയല്ല. അതേപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു ചപ്പാത്തിയും ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നും കൂടെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഈത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഈത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഒരു ഉരുളാകണ വരെ ഇതൊന്ന് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, വല്ലാണ്ട് തീ കൂട്ടി വെക്കണ്ട. അപ്പോൾ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ അത് കണ്ടോ, നന്നായിട്ടിത് ഒന്ന് ഒരു പാകത്തിലായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി. ഇപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്യുകയാണ് കേട്ടോ. കണ്ടോ, ഇത് ഒറ്റ ഉരുളായി മാറിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ഒന്ന് ചൂടാറുന്ന വരെ ഇതൊന്ന് ഞാനിപ്പോൾ കവർ ചെയ്തിട്ട് മാറ്റി വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഈത്ത വെള്ളമൊക്കെ വറ്റി ഇതെല്ലാം കൂടെ ഒരൊറ്റ ഉരുളായി മാറിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട, ഇതിൽ നിന്ന് എടുത്തിട്ട് പരത്തിയാൽ മതി എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്തത് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്താലും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മൾ ഇതിൽ കാണുന്ന പോലെ പ്യുവർ വൈറ്റ് പത്തിരിയോ അല്ലെങ്കിൽ ശരിക്കും നമ്മൾ ആ ഒരു പത്തിരിയോ ആയി വരില്ല എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ആരും ഇനി എന്നെ പഞ്ഞിക്കിടാൻ വരണ്ട, ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഈ ചൂടാറിയപ്പോൾ ഇതാണ് പാകം. കയ്യിലൊന്നും ഒട്ടൊന്നുമില്ല. ശരിക്കും നമ്മൾ സാധാരണ പത്തിരിക്ക് കുഴച്ച് വെച്ച പോലെ തന്നെയാണുള്ളത്. ഒരു പ്രശ്നവും കേട്ടോ, നല്ല പാകത്തിനാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, ഓയിൽ. അതൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് തടവിയതിൻ്റെ ശേഷം നമുക്ക് ഇന്ന് ഓരോ ഉരുള എടുത്തിട്ട് ഇത് പരത്താനുള്ളതാണ് ഇനി അടുത്ത പണി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ വളരെ സ്മൂത്തായിട്ട് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഉരുട്ടൊന്നും വേണ്ട കേട്ടോ. ശരിക്കും ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല ഉരുളായിട്ട് തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ 2 കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. കവറിൻ്റെ അതിൽ ലേശം ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ഈ ഒരു ഉരുള ഇതിലേക്കാണ് ഞാനിപ്പം വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉരുള ഇതിൽ വെച്ചിട്ട് പ്ലേറ്റ് വെച്ചിട്ട് അമർത്തിയിട്ട് ഇതൊന്ന് പരത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് പരത്തുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റ് അടി നല്ല പരന്ന പ്ലേറ്റ് ആയിരിക്കണം. അത് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഇത് പരന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല, നല്ല നൈസായിട്ട് പരന്ന് വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര തടി വേണമെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തടി കുറച്ചിട്ടോ കൂട്ടിയിട്ടൊക്കെ പരത്തിയെടുക്കുക.
അപ്പോൾ ഇതുവരെ എനിക്ക് നല്ല പാകത്തിനാണ് വരുന്നത്, അതിലെനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ചൂടായ നമ്മൾ തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പത്തിരി ചുടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈറ്റ് കളറിലായി വരികയില്ല. അത് നിങ്ങൾ എങ്ങനെ ശ്രമിച്ചാലും അത് വൈറ്റ് കളറിലേക്ക് ആവില്ല കേട്ടോ. കാരണം ഇത് നമ്മൾ അരിപ്പൊടി കലക്കി ചുടുന്ന ആ ഒരു ദോശൻ്റെ പാകത്തിലേ ഇത് പെടുത്താൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമ്മൾ സാധാരണ പത്തിരിൻ്റെ ആ ഒരു ടെക്സ്ചറേ അല്ല. അപ്പോൾ അത് ഞാൻ 2-3 ചുടുന്നതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. പൊള്ളാനൊക്കെ നല്ല ഉഷാറായിട്ട് പൊള്ളി നല്ല ബോൾ പോലെ ആയി വരുന്നുണ്ട്. ഒരൊറ്റ പത്തിരി പോലും ഇതിൽ പൊള്ളാത്തതില്ല കേട്ടോ, അതാണ് എടുത്ത് പറയേണ്ടത്. ഒറ്റ പത്തിരി പോലും പൊള്ളാണ്ട് വരില്ല, എല്ലാം നല്ല പൊള്ളിച്ചിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. പക്ഷേ ഇതെടുത്ത് കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാലോ ഇത് നമ്മൾ ശരിക്കും അരി അരച്ചിട്ട് ഈ അരിപ്പൊടി കലക്കിയിട്ട് നമ്മൾ സാധാരണ പണ്ടൊക്കെ ദോശ പോലെ ചുടലില്ലേ, അരിപ്പൊടി കുറച്ച് വെള്ളവും കലക്കിയിട്ട് ദോശ പോലെ പാർന്നിട്ട് അത് ചുട്ടെടുക്കണേ, ആ ഒരു ടേസ്റ്റാണ്, ആ ഒരു ടെക്സ്ചറുമാണ്. ഇങ്ങനെയാണ് കാണാൻ ഉണ്ടാവുക കേട്ടോ. അല്ലാണ്ട് ഇതൊരു വൈറ്റ് കളറിൽ പത്തിരിയായിട്ട് നിങ്ങൾക്ക് കിട്ടുകയില്ല. അതിനെ എങ്ങനെ ശ്രമിച്ചാലും അത് കിട്ടില്ല. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ദോശൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചതെന്ന് വെച്ചാൽ അത് ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മോശപ്പെടുത്താനോ ഒന്നുമല്ല. അത് ഞാൻ പിന്നെയും പറയണത്, ഞാൻ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അഭിപ്രായമാണിത്. ഞാനിപ്പോൾ 2 പ്രാവശ്യം ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ ഞാൻ മൊത്തം ചുട്ട് വെച്ചതാണിത് കണ്ടോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഏതെങ്കിലും ഒരു പത്തിരി ഉണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിലിപ്പോൾ ഒറ്റൊന്നും വൈറ്റ് കളറിലുള്ള പത്തിരി ഇല്ല. അപ്പോൾ അതെല്ലാം നല്ല പൊള്ളിയിട്ട് നല്ല ഉഷാറായിട്ട് വന്ന പത്തിരിയായിരുന്നു ഇതൊക്കെ. അപ്പോൾ അത് കണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചപ്പാത്തി ലിക്വിഡ് ബാറ്റർ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതും ഇതേ അവസ്ഥ തന്നെയാണ് എനിക്ക് വന്നത്. ചപ്പാത്തിയൊക്കെ നല്ല പൊള്ളിയിട്ടൊക്കെ വരുന്നുണ്ട്, പക്ഷേ അത് ഗോതമ്പ് ദോശ എന്നാണ് നമുക്കതിന് പറയാൻ വേണ്ടി പറ്റുക. ചപ്പാത്തിയല്ല, അത് ഗോതമ്പ് ദോശ. അതുപോലെ തന്നെ ഇതിന് നമുക്ക് അരിദോശ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടുള്ള ദോശ എന്ന് പറയാം. പിന്നെ ഇതിന് ചൂടാറിക്കഴിഞ്ഞാൽ ഇതിനൊരു ഒട്ടലാണ് കേട്ടോ. ഇത് ഈ പൊള്ളിയതൊന്നും പിന്നെ കാണുമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊന്ന് എടുത്തിട്ട് മുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ നിന്ന് ചൂടാറിയ നോക്കിയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മുറിച്ച് കഴിഞ്ഞാൽ നമ്മളത് നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല മടക്കിയൊക്കെ ചുരുക്കിയൊക്കെ കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. സോഫ്റ്റിനൊന്നും ഒരു കുറവൊന്നുമില്ല. പക്ഷേ ഇതിനൊരു ഒട്ടലാണ്, ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെയാണ് ഉണ്ടാവുക. നമ്മളിത് മുറിച്ച് കഴിഞ്ഞാൽ ആ ഒട്ടൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇത് പൊള്ളിയത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത് കാണുമ്പോൾ തിരിയുന്നുണ്ടോ, ഇത് പൊള്ളി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കലും മനസ്സിലാവില്ല. അതിൻ്റെ ആ ഒരു 2 ലെയർ നമുക്ക് കാണാനേ പറ്റുന്നില്ല കേട്ടോ. ഇതിൽ നിന്ന് ഇത് കിട്ടുകയില്ല. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ കാണിക്കുന്നത് കണ്ടു, അപ്പോൾ അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇത് ഫ്ലോപ്പായിട്ടുള്ള എൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇൻഷാല്ലാ ഞാനിപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു ഫ്ലോപ്പായ വീഡിയോയും അതേപോലെ തന്നെ സക്സസ് ആയ വീഡിയോയും രണ്ടും കാണിച്ചിട്ടുണ്ട്. സക്സസ് ആയത് ഞാൻ പിന്നെ എപ്പോഴും ഉണ്ടാക്കുന്ന എൻ്റെ റെസിപ്പിയാണ്, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കനോ ബീഫോ മട്ടനോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ട്രൈ ചെയ്യാം. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.